കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവർ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിലിരുന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേലെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുകൾ നിങ്ങൾ കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവേൻ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾ വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്കും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവർ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ ആഘോഷ ദിവസമാണ്. നമ്മുടെ ജീവിതം പലപ്പോഴും ഓർക്കുമ്പോൾ, ഈ ഒരു വിശുദ്ധനെ പറ്റി ഓർക്കുമ്പോൾ നമുക്കറിയാം, രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വിശുദ്ധൻ. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ, തൻ്റെ ജീവിതം കൊണ്ടും ജീവിതകാലത്ത് അത്രത്തോളം ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് ആ ഒരു പേരിൽ അറിയപ്പെടുകയായിരുന്നു. അതിലുപരി അത്രത്തോളം ആ ഒരു സ്നേഹം തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പോരായ്മയിലേക്ക് ഒരു വിശുദ്ധൻ എത്തിയിരുന്നില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും ഈ ഒരു വെളിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാതയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. കാരണം നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരു ക്രിസ്തുവായിട്ട് മാറാൻ അല്ലെങ്കിൽ മറ്റൊരു ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഒരു സുവിശേഷം വായിക്കുമ്പോൾ ആ ഒരു 72 പേരെയും അവരുടെ ജീവിതത്തിൽ ഒരു ദൗത്യ യാത്രയിൽ തമ്പുരാൻ അയക്കുമ്പോൾ സർവ്വ അധികാരവും നൽകി തമ്പുരാൻ അവരെ അയക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളും തിരിച്ചറിയേണ്ടത് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇവിടെ നമ്മൾ എത്രത്തോളം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്നുള്ള കാര്യം ഓർക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പോരായ്മയോ താഴ്ചയോ പരിഭവമോ എന്തെങ്കിലും കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആരാണ് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. കാരണം തമ്പുരാൻ തരുന്ന ഏറ്റവും വലിയൊരു അധികാരമുണ്ട്. ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ 10-ാം അധ്യായം 19-ാം വാക്യം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും തിന്മയുടെ സകല തിന്മകളുടെയും മേൽ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്ന ഒരു കുറവുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്ത് വയ്ക്കാറുണ്ട്. ഒരു പോരായ്മയ്ക്ക് അപ്പുറത്ത് ആത്മീയ ജീവിതത്തിൽ അതൊരു കുറവായിട്ട് പലപ്പോഴും നമ്മൾ അത് ഏറ്റെടുക്കണമെന്നുള്ള കാര്യം കാരണം ഫ്രാൻസിസ് ജീവിതം കൊണ്ട് ലോകത്തോട് ഓരോ നിമിഷവും പറഞ്ഞത്, ക്രിസ്തുവിനെ എത്രത്തോളം സ്നേഹിച്ചാൽ ക്രിസ്തു അത്രത്തോളം തങ്ങളുടെ ജീവിതത്തിലും പ്രകടമാകും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ലോകത്തിലെ ഓരോ ആൾക്കാർക്കും കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഫ്രാൻസിസ് തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തോട് കാണിച്ചു. കാരണം ഓരോ പ്രാവശ്യവും ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അല്ലെങ്കിൽ സുവിശേഷത്തിന് അതിൽ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോഴും പ്രഘോഷിക്കപ്പെടുമ്പോഴും ഏറ്റവും കൂടുതൽ വിശുദ്ധനെ ആഗ്രഹിച്ചിരുന്നത് അവിടുത്തെ സ്നേഹിക്കാനാണ്. ഈ ഭൂമിയിലുള്ള ആര് തന്നെ ഒറ്റപ്പെടുത്തിയാലും ആര് തന്നെ അവഗണിച്ചാലും സ്നേഹിക്കാതിരുന്നാലും അതിലൊരിക്കൽ പോലും ഒരു വേദനയോ സങ്കടമോ ഒരിക്കൽ പോലും പ്രകടമാകാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ ഓരോ പ്രാവശ്യവും ജീവിച്ചു മുന്നേറി. അത് സ്വന്തം സഹോദരങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ചുറ്റുമുള്ള ഓരോരിൽ നിന്നായാലും പലപ്പോഴും ആ ഒരു ഒറ്റപ്പെടലും വേദന അനുഭവിച്ചിട്ട് പോലും ഫ്രാൻസിസ് അസിസി എപ്പോഴും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിലാണ് മുൻഗണന നൽകിയത്. നമ്മൾ ജീവിതത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളും ഈ ഒരു ആത്മീയ യാത്രയിൽ എത്രത്തോളം അവിടുത്തെ പാതയിൽ ചേർന്ന് നടക്കുന്നു, അല്ലെങ്കിൽ ഒരു അധികാരം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുള്ള കാര്യം ഓർക്കാം.
നമ്മളെയും ഒരു ദൗത്യ നിർവഹണത്തിനായിട്ട് മാമോദീസായുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സൈരവനത്തിലൂടെ ഒരു ജീവിതം നമ്മൾ ആരംഭിച്ച് മുന്നേറി പോകുമ്പോൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയെ നമ്മുടെ ഉള്ളിനുള്ളിലേക്ക് ഒരു തൂവുള്ള ഹോസ്റ്റൽ രൂപത്തിൽ സ്വീകരിക്കുമ്പോഴും ഈ കൗദാശി ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ക്രിസ്ത്യാനി എന്ന വിളിയാണ്. അധികാരത്തോടുകൂടി നമ്മളെയും ഈ 72 പേരെ പോലെ നമ്മളെയും ഓരോരുത്തരും അയക്കുന്നുണ്ട്. അത് സുവിശേഷമായിട്ട് മാറാനാണ്. ഈ ലോകം മുഴുവനും അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ സ്നാപയോഹനാൻ പറഞ്ഞ ആ ഒരു സുവിശേഷം മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ഓരോ നിമിഷവും ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ആ ഒരു പൂർണ്ണതയിൽ നമ്മുടെ ജീവിതം ഏറ്റെടുക്കാനും ആ ഒരു സ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരെയും തമ്മിലേക്ക് ചേർത്ത് പിടിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും